നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റിജേഴ്സ് ആണ്. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ സാധാരണ ഡിജിറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യണ പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് രണ്ടും ഒരേ ഡിജിറ്റ്സ് ആണെങ്കിൽ, അതായത് രണ്ടും പോസിറ്റീവ് ആണെങ്കിലും രണ്ടും നെഗറ്റീവ് ആണെങ്കിലും ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഇനി രണ്ടും ഡിഫറെൻറ്റ് ഡിജിറ്റ്സ് ആണെങ്കിൽ, ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, രണ്ടും പോസിറ്റീവ്, അപ്പോൾ ആൻസറും പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഇനി സെക്കൻഡ് എക്സാമ്പിൾ, രണ്ടും നെഗറ്റീവ് ഇട്ട് നോക്കാം. -50 ഇൻറ്റു -10, അപ്പോഴും ആൻസർ പോസിറ്റീവ് തന്നെ ആയിരിക്കും, രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട്. ഇനി തേർഡ് എക്സാമ്പിൾ, ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും, അപ്പോൾ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഇനി ഒരു എക്സാമ്പിളും കൂടി ചെയ്ത് നോക്കാം. -30 ഇൻറ്റു 3, അപ്പോൾ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവാണ്, അപ്പോൾ ആൻസർ നെഗറ്റീവ്. അത്രയേ ഉള്ളൂ.